ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനിതാ ടി ടി അടിക്കാൻ വേണ്ടി പോകണം. എൻ്റെ ഫസ്റ്റ് ടി ടി ആണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ തുമ്പി അമ്മ എങ്ങോട്ടാ റെഡിയായി പോണേന്നാണ് ചോദിച്ചത് കേട്ടോ. ഇതൊരു വാവുണ്ടോ? എടെ എടെ വാവ ആണോ? അത് തുമ്പീൻ്റെ വാവയാണോ? ആണോ? കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ പകുതി മേക്കപ്പ് താഴെ നിന്ന് നടത്തിയിട്ട് തുമ്പിമോൾ മുകളിൽ വന്ന് കണ്ണ് എഴുതി പൊട്ടൊക്കെ തൊട്ട് ചുന്തിരിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും അവൾ വിചാരിക്കുന്നത് ഞാൻ പോകുമ്പോൾ അവളെ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പം ഇത് മീഷോന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ലിങ്ക് ഫ്ലിപ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. 5ാം വയസ്സിലെ വാക്സിൻ എടുക്കാൻ വേണ്ടി അല്ലൂട്ടനെയും വെയിറ്റ് ചെയ്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ചെക്കൻ വന്നത് ഈ കോലത്തിലാണ് കേട്ടോ. പനിച്ചു തുള്ളിയാണ് കുട്ടി വരുന്നുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ആ കാര്യത്തിനും തീരുമാനമായിട്ടോ. ഇനി ഓനെ കൊണ്ടുപോകാൻ പറ്റില്ല, പനി കഴിയാണ്ട് ഇനി എന്തായാലും അവന് വാക്സിൻ വെക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുട്ടികൾക്ക് അവർ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളും ടാറ്റൊക്കെ കൊടുത്ത് അവർ പോവാണ് കേട്ടോ. ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞിട്ടാണല്ലോ അവരൊക്കെ കാണുക. ഞങ്ങൾ രാവിലെ പോകാനിരുന്നതാ, പക്ഷെ അല്ലൂട്ടനും കൂടെ വരണല്ലോ വെച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. 12:30 വരെ ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ അവൻ വന്നത് ഈ കോലത്തിലാണ്ട് ഓനെ കൂട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഇതാ അടുത്തുള്ള കരുവമ്പോയിൽ മദ്രസയിൽ വെച്ചിട്ടായിരുന്നു നമുക്കിന്ന് പിന്നെ ടി ടി അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അമ്മേനോടൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ദിവസവും ഇൻസുലിൻ കുത്തി കയറ്റുന്നത് നിനക്ക് എന്ത് ടി ടി എന്നുള്ളൊരു മിഥ്യാധാരണ വീട്ടിലെല്ലാവർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം ടി ടി എത്ര പെയിൻഫുൾ ആണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പേടിച്ചോണ്ട് തന്നെ കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മദ്രസയിലെത്തി, ടി ടി അടിച്ചു. എല്ലാം ഷടപടേന്നായിരുന്നു കേട്ടോ. ആ വേദനയും സഹിച്ച് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയില്ല, അച്ഛൻ LIC ഏജൻ്റാണ്. അപ്പോൾ അവിടുന്ന് LICയിൽ ഒരാളെ കൊണ്ട് ഇങ്ങനെ എന്തോ സൈൻ ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നേഴ്സ് സിറിഞ്ച് എടുത്തപ്പോൾ തൊട്ടേ ഞാൻ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ചെറിയമ്മണ്ടാടെ ചെറിയമ്മനോട് വെച്ച് 2 പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ നമുക്ക് ഒച്ചപ്പാട് ഉണ്ടാക്കാൻ തോന്നിയതാണേ. അപ്പം നമ്മളെ നേഴ്സ് ചോദിക്കുക, ആഹാ ഇത് 3ാമത്തെ ആണോ, ഒന്നിട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കിത്ത. എൻ്റെ മല്ലയ്യ എന്തൊരു വേദനയായിരുന്നു എന്നറിയാം. ഇതാണ് അതാ പോകുന്നതാണ് എൻ്റെ ചെറിയമ്മ. ഈ ആ ഗേറ്റിന് അപ്പുറത്തേക്ക് നിന്നോ, ഞാൻ വണ്ടി എടുത്ത് വരാമെന്നാണ്. അച്ഛനെ കാണാതെ നോക്കി നോക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മളെ സാരഥി നൈസായിട്ടൊന്ന് പണി മുടക്കി. അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ്റെ സാരഥി ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തി നമ്മളെ 2 വാലന്മാരും എന്താക്കാന്ന് അറിയാതെ ഞാൻ നോക്കുമ്പോൾ 2 പേരും വായിൽ പുല്ലാങ്കുഴലും വെച്ച് ഫോണിൽ ഞോണ്ടി ഇരിക്കുക. പനിയാണ് എന്ന് പറഞ്ഞ് കിടക്കുന്നവനേനു കേട്ടോ. ഞാൻ പറഞ്ഞത് കല്യാണിക്ക് ഞാൻ അയച്ചു കൊടുക്കട്ടെ, കല്യാണിനെ പറയട്ടെ. കല്യാണിന് മാത്രമേ ഈ കാര്യത്തിൽ അവർക്ക് പേടിയുള്ളൂ. പക്ഷേ വലിയ കുലുക്കൊന്നും ഉണ്ടായില്ല. ഓള് വീട്ടിൽ പോയതിനു ശേഷം അവന് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനെന്തോ കാര്യമായിട്ട് പഠിക്കുകയാണ്. അല്ല കേട്ടോ, അച്ഛൻ്റെ LIC പോളിസി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫോം ഫില്ല് ചെയ്യുന്ന പരിപാടിയിലാണ്. അത് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതണം. അതുകൊണ്ട് ഞാൻ, കല്യാണി, അശ്വനി ഞങ്ങൾ 3 പേരാണ് ഈ ഒരു കർത്തവ്യം ഇവിടെ നിർവഹിക്കാറ്. ബൈ ദ ബൈ നമ്മൾ ടി ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുട്ടിയും 2ാമത്തെ കുട്ടിയും തമ്മിൽ 3 വയസ്സിൻ്റെ ഉള്ളിലാണ് ഡിഫറൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ടി ടി ബൂസ്റ്റർ അടിച്ചാൽ മതി. അതായത് അല്ലുട്ടന സമയത്ത് ഞാൻ TT 1ഉം TT 2 എടുത്തതുകൊണ്ട് തന്നെ തുമ്പീൻ്റെ എനിക്ക് TT ബൂസ്റ്ററാണ് എടുക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടിയും തുമ്പിയും തമ്മിൽ 3 വയസ്സിൻ്റെ മുകളിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് TT 1ഉം TT 2ഉം ഒക്കെ എടുക്കണം. ഇത് ആദ്യം അങ്ങോട്ട് വിചാരിച്ചാൽ മതിയായിരുന്നു. 3 വയസ്സ് ഗ്യാപ്പൊന്നും ആക്കണ്ടായിരുന്നു. മനുഷ്യൻ വെറുതെ ടി ടി അടിച്ചു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ വിഭവസമൃദ്ധമായി ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.